പ്രൈസ് ദി ലോർഡ്. വചനമാകുന്ന യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനു പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, കൊയ്യുവാൻ തക്കവിധം ദൈവവചനം വിളഞ്ഞു നിൽക്കുകയാണ്. ദൈവവചനമാകുന്ന വയലിലേക്ക് ഇറങ്ങി കൊയ്യുന്നവന് നിത്യജീവിതത്തിലേക്കുള്ള ഫലം ശേഖരിക്കാം. ദൈവവചനം വിതയ്ക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, കർത്താവിന് വേണ്ടി സാക്ഷിയാകുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്നവനും അത് 100 മേനി ഫലം കൊയ്യുന്നവനും ദൈവം നൽകുന്ന സമ്മാനമാണ് സന്തോഷം. വചനം പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ തക്കവിധം വചനമാകുന്ന വയൽ വിളഞ്ഞു നിൽക്കുന്നു. നിന്റെ ദുഃഖമകറ്റി സന്തോഷം നൽകുവാൻ വചനമാകുന്ന വയൽ വിളഞ്ഞു നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, സമരിയക്കാരി വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങൾ വന്ന് കാണുവിൻ. സമരിയക്കാരിയുടെ സാക്ഷ്യ നിമിത്തം അനേകർ യേശുവിൽ വിശ്വസിച്ചു. നമ്മൾ ഇന്ന് വചനമാകുന്നവനെ സ്വീകരിക്കുകയാണെങ്കിൽ, അവനായി സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ, സമരിയക്കാരി സ്ത്രീയെ പോലെ നമുക്കും സന്തോഷിക്കാം. ക്രിസ്തുവിന്റെ വചനം സമരിയായിലെ പലരും ശ്രവിച്ചു, വിശ്വസിച്ചു. ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരും സമരിയക്കാരിയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വചനം പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നമ്മുടെ വഴികളിൽ നമ്മെ കാത്തുപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനു വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ജനമായി ഒരുക്കപ്പെടുകയും അന്യനെന്ന നാമം മാറ്റി ദൈവഭവനത്തിലെ അംഗങ്ങളായി നാം പരിഗണിക്കപ്പെടുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനത്തിലൂടെ യേശു ക്രിസ്തു പറയുന്നു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. സ്നേഹമുള്ളവരെ, നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുവാൻ നമ്മൾ വചനമാകുന്നവന്റെ അടുക്കൽ ചെല്ലണം. വചനമാകുന്ന വയലിലേക്ക് ഇറങ്ങിച്ചെന്ന് വചനം കൊയ്തെടുക്കുന്നവനും വചനം വിതയ്ക്കുന്നവനും വേണ്ടി യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കുവാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങട്ടെ. ആകുലരായി ജീവിക്കുന്നവരെ, നിന്റെ വഴികളിൽ നിന്നോടുകൂടി യേശു ക്രിസ്തു ഉണ്ട്. ജീവിതകാലം മുഴുവനും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ യേശു ക്രിസ്തു കാത്തു നിൽക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആകുലരായോ രജഗണമേ, നിന്റെ പാതയിൽ നാഥനമേശുവുണ്ട്. ജീവിതകാലം മുഴുവനിലും നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമേകുമവൻ. സിയോൻ യാത്രയിൽ നമുക്ക് പങ്കുചേരാം. യാത്രയിൽ പങ്കുചേരൂ, നിങ്ങൾ കർത്താവിൻ സാക്ഷിയായി തീർന്നിടുക. ഹല്ലേലൂയ. സിയോൻ യാത്രയിൽ പങ്കുചേരൂ, നിങ്ങൾ കർത്താവിൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ഞാൻ അന്യനല്ല, ഞാൻ പരദേശിയല്ല, ഓ വിശുദ്ധ ജനമാണ്. ആമേൻ. അന്യനല്ല, പരദേശിയല്ല, വിശുദ്ധൻ സഹപൗരൻ നമ്മൾ. ഞാൻ അന്യനല്ല, പരദേശിയുമല്ല, ദൈവഭവനത്തിലെ അംഗമാണ്. ഹല്ലേലൂയ. അന്യനല്ല, പരദേശിയല്ല, ദൈവഭവനത്തിൻ അംഗങ്ങൾ നമ്മൾ.
വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വചനം സ്നേഹത്തോടെ വിളമ്പുന്നവരായി നമുക്ക് മാറുവാൻ ശ്രമിക്കാം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അവകാശമുണ്ട്. നമ്മൾ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളുമാണ്. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം, ഞങ്ങൾ അന്യരല്ല, പരദേശികളല്ല, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് നിരാശയോ തകർച്ചയോ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല, കാരണം എൻ്റെ കർത്താവ് ജീവിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. ദൈവിക ശക്തി കുറഞ്ഞിട്ടില്ലാത്ത ഒരു കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലാണ് നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് പാടാം. വിശ്വാസിയെ നീ തളരാതെ സ്നേഹാഗ്നിയായി കത്തിപ്പടർന്നിടുവിൻ. വിശ്വാസിയെ നീ തളരാതെ സ്നേഹാഗ്നിയായി കത്തിപ്പടർന്നിടുവിൻ. ഭയപ്പെടാതെ ഭയപ്പെടേണ്ട മനമേ, സിയോൻ യാത്രയിതിൽ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മനമേ, സിയോൻ യാത്രയിതിൽ. നമുക്ക് പാടാം ചേർന്ന്. അന്യരല്ല, പരദേശിയല്ല, വിശുദ്ധർ തൻ സഹപൗരൻ നമ്മൾ. അന്യരല്ല, പരദേശിയല്ല, വിശുദ്ധർ തൻ സഹപൗരൻ നമ്മൾ. അന്യരല്ല, പരദേശിയല്ല, പരദേശിയല്ല, നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങൾ. ആമേൻ. അന്യരല്ല, പരദേശിയല്ല, ദൈവഭവനത്തിനംഗങ്ങൾ നമ്മൾ. നല്ല സമരിയക്കാരനെ പോലെ നമുക്ക് ജീവിക്കാം. ഒരു മനസ്സോടെ നല്ല വചനമാകുന്നവനെ സ്വീകരിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നവനെ നമുക്ക് സ്വീകരിക്കുവാൻ, അവനായി വിത്തുകൾ വിതയ്ക്കുവാൻ നമുക്ക് പോകാം. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരും അവഗണിക്കപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ ഭക്തർക്ക് അവിടുന്ന് കഷ്ടതയുടെ ദിനത്തിൽ രക്ഷയ്ക്കെത്തുന്നു. ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും അവിടുത്തെ പക്കലുണ്ട്. നല്ല സമരിയക്കാരനെ പോലെ അവിടുത്തെ പക്കൽ നമുക്ക് ചെല്ലാം. അവിടുന്ന് നിന്നെ വിളിക്കുന്നു, വരൂ നമുക്ക് രമ്യതപ്പെടാം. നല്ല സമരിയനായെന്നും ജീവിച്ചിടാൻ, എളിയവരെ എന്നും മാനിക്കണം. നല്ല സമരിയനായെന്നും ജീവിച്ചിടാൻ, എളിയവരെ എന്നും മാനിക്കണം. ശത്രുത കൈവെടിയാ, നമുക്കൊരു മനമായി ഉയരാം. ശത്രുത കൈവെടിയാ, നമുക്കൊരു മനമായി ഉയരാം. ആകുലരായോ രജഗണമേ, നിന്റെ പാതയിൽ നാഥനമേശുവുണ്ട്. ജീവിതകാലം മുഴുവനിലും നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമേകുമവൻ. സിയോൻ യാത്രയിൽ പങ്കുചേരാം, നിങ്ങൾ കർത്താവിൻ സാക്ഷിയായി തീർന്നിടുവാൻ. സിയോൻ യാത്രയിൽ പങ്കുചേരും, നിങ്ങൾ കർത്താവിൻ സാക്ഷിയായി തീർന്നിടുവാൻ. നമുക്ക് ചേർന്ന് പാടാം. അന്യരല്ല, പരദേശിയല്ല, വിശുദ്ധർ തൻ സഹപൗരൻ നമ്മൾ. അന്യരല്ല, പരദേശിയല്ല, വിശുദ്ധർ തൻ സഹപൗരൻ നമ്മൾ. അന്യരല്ല, പരദേശിയല്ല, ദൈവഭവനത്തിനംഗങ്ങൾ നമ്മൾ. അന്യരല്ല, പരദേശി. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും സന്തോഷവും സമാധാനവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലും ജോലി മേഖലകളിലും ഉണ്ടാകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.